ജലാശയത്തിന്റെ ആഴം കൂടുന്നതനുസരിച്ച് ജലത്തിന്റെ മർദ്ദം കൂടിക്കൊണ്ടിരിക്കും. ഈ ജലത്തിന്റെ മർദ്ദം കൂടിക്കൊണ്ടിരുന്നാൽ അത് ആ ജലജീവികളുടെ ആ പ്രവർത്തനം, പ്രധാനമായിട്ടും മത്സ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. കാരണം എന്താണ്, ഉന്നത മർദ്ദത്തെ അതിജീവിക്കാൻ കഴിവുള്ള ശരീരപ്രകൃതിയുള്ള മത്സ്യങ്ങളെ അല്ല നാം നമ്മുടെ ജലാശയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ നാം കുളത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം ഇതിന്റെ വിളവെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ തൂക്കം കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ വളർച്ച മുരടിച്ചു പോയത്, ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ നമുക്ക് മത്സ്യകൃഷി സാമാന്യം ഭേദമായ രീതിയിൽ, കൊമേഴ്സ്യൽ ബേസിലേക്കല്ല ഞാൻ പോകുന്നത്, നമ്മളുടെ അടുക്കളയുടെ സമീപത്തോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ഒരു ചെറിയ ജലാശയം ഉണ്ടാക്കി അത് പ്രകൃതിദത്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നതോ ആയിക്കോട്ടെ, അതിൽ മത്സ്യത്തെ നിക്ഷേപിച്ച് ന്യായമായ വലിപ്പത്തിൽ, ഇപ്പൊ ഏതാണ് 1 കിലോ എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 750 ഗ്രാമിന് മുകളിലെങ്കിലും വലിപ്പത്തിൽ നമുക്ക് മത്സ്യത്തെ എങ്ങനെ വളർത്തി പിടിച്ചെടുക്കാൻ സാധിക്കും. സുരേന്ദ്ര സാറിന്റെ ക്ലാസ് വളരെ ഡെപ്തിലേക്ക് പോവുകയും വളരെ ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എന്നെ സാധിച്ചത്. പുതിയതായിട്ട് ഒരു വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു മത്സ്യകൃഷി എന്ന പരിപാടിയിലേക്ക് ആദ്യമായി ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിൽ വേണം തുടങ്ങാനായിട്ട്, എങ്ങനെ കോസ്റ്റുകളൊക്കെ കുറച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മത്സ്യകൃഷി എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്കിതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. വളരെ പ്രയോജനമായിട്ടുള്ളതാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ ചില വിവരങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തു പോയി, ആ തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഇവിടെ വന്നതിൽ കിട്ടി. അത് വളരെ ഉപയോഗപ്രദമാണ്. ഇനി ഇവിടെ നിന്നുള്ള ഓരോ അറിവുകളും കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മത്സ്യകൃഷിയിലൂടെ നടക്കാവുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും.